പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. ജിഷനും വരതയും വേർപിരിഞ്ഞോ അതോ ഇപ്പോഴും സക്സസ് ആയിട്ട് ലൈഫായി മുന്നോട്ട് പോകുന്നുണ്ടോ? എന്റെ വ്യക്തിത്വത്തിൽ തുടരുത്, അവിടെ മാത്രം തൊട്ട് കളിക്കരുത്. ഇടയ്ക്ക് ഒരു ചാനലിൽ നിന്നൊരു അഭിമുഖവുമായി ബന്ധപ്പെട്ട് വരതയോട് ചോദിച്ചപ്പോൾ 6 മാസമായി നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് എന്നുള്ളൊരു ക്യാപ്ഷൻ കണ്ടു. ഇതിനു മുമ്പ് ഇതേ ചോദ്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവന്റെയൊക്കെ തന്തയ്ക്ക് വിളിച്ചിട്ടേ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. സോഷ്യൽ മീഡിയ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങളെയാണ് ഇട്ട് ആഘോഷിക്കുന്നത്. നിങ്ങൾ വേർപിരിഞ്ഞു, ഡിവോഴ്സായി, ഇനി കുട്ടി ആരെ കൂടെ ആളാ എന്നുള്ള തർക്കമാണ് നിങ്ങൾക്കിടയിൽ നടക്കുന്നത്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. പട്ടി. അതിന്റെ സത്യാവസ്ഥ എന്താണ്? ഞാൻ ഡിവോഴ്സ് ആയി പോലും ഇല്ല പോലും. ഇവർക്കെന്താ ഒരു സുഖം, ഒരു മനസുഖം. രോമാഞ്ചം നോക്കി ഒരാളെ തെറ്റിച്ച് കുടുംബത്തേക്ക് ഒരു സുഖം, തമ്മിലടിപ്പിക്കും ഒരു സുഖം. എന്റെ സ്വഭാവം നിനക്ക് അറിയാല. അല്ല ചോദിക്കുന്നു, നിങ്ങൾ എന്റെ അടുക്ക ഒരു ചോദ്യം ചോദിച്ചു, പിന്നെ ഡിവോഴ്സ് ആയോ ഇല്ലയോ, നിങ്ങളാണോ എന്നെ കല്യാണം കഴിപ്പിച്ചത്? അല്ലല്ല. ഒരു മര്യാദ വേണ്ടേ? ഇതിന് അവള് കറക്റ്റായിട്ടൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അവളൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. എന്റെ മൂക്ക് മുട്ടുന്നിടത്ത് നിങ്ങളുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്ന പറഞ്ഞാൽ വളരെ ക്ലാസ് ആയിട്ടുള്ള ഒരു മറുപടി അവള് കൊടുത്തിട്ടുണ്ട്. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. പക്ഷെ എങ്കിൽ പോലും ഈ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടോ? ചേട്ടാ കുന്തിരിക്ക് എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. നിങ്ങൾ എന്ത് ചോദ്യാടോ ചോദിക്കുന്നത്? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ വന്നു ഇവനൊന്നും നാട്ടിനൊരു ലൈസൻസ് ഇല്ലാതായ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെ വീട്ടിലെന്ന് ഞാൻ ചോദിച്ചാ, നിങ്ങളടുത്ത് ഞാൻ ചോദിച്ചാ മനുഷ്യനാലേ കുറച്ചൊക്കെ ഒരു ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. അല്ല ഈ കണക്കിന് പോയി നിങ്ങൾക്ക് എന്നെ റോഡാതാരാക്കല്ലോ അല്ലേ? പിന്നെ നിങ്ങളെ ഭർത്താവ് നിങ്ങളുമായിട്ട് എന്തൊക്കെ പ്രശ്നം പറയും? നിങ്ങളെ ഭർത്താവായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ എന്തൊക്കെയാണ്, എന്താണ് പ്രശ്നം? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അല്ല പറ, നിങ്ങൾ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീട്ടിൽ ഭർത്താവായിട്ട് അടിയാക്കാറുണ്ടോ? വെളുക്കാൻ തേച്ചത് പാണ്ടായല്ലോ. ആർക്ക് ചോദിക്കാൻ പാടില്ല, ഒരാളുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ പാടത്. ഞാനൊരു സാധാരണ മനുഷ്യനായതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ചെറിയ കാര്യങ്ങളിൽ പ്രകോപിതനാകുകയും ചെയ്യാറുണ്ട്. ഇനി ഒരു വാക്കിയാൾ മിണ്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ ഇയാളെ തല്ലും. അപ്പൊ ആൻസറുകളൊക്കെ കിട്ടിയല്ലോ. പറഞ്ഞല്ലോ, സന്തോഷായി, നല്ല സന്തോഷായി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.